ഞാൻ ജോളി. ഞാൻ തക്ഷൻ ക്രിയേറ്റീവ്സിൻ്റെ കോ-ഫൗണ്ടറും ഡയറക്ടറുമാണ്. ഇത് വർക്ക് ചെയ്യുന്നത് സ്വാശ്രയ ട്രെയിനിങ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻ്ററിലാണ്. എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തി വെട്ടിക്കലിലാണ് ഈ സ്ഥാപനം. സ്വാശ്രയ സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിട്ടുള്ളവർക്കുള്ള ട്രെയിനിങ് സെൻ്ററാണ്. ഞാനിവിടെ 2019 ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് എംപവർമെൻറ്റും ട്രെയിനിങ്ങും എല്ലാം കൊടുക്കുന്ന ഊർജ എന്ന സ്ഥാപനം വഴിയാണ് ഞാൻ തക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഊർജയുടെ എക്കോസിസ്റ്റം പാർട്ണറാണ് ഞാൻ. ഊർജയിൽ ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ട്രെയിനിങ്, ഗ്രാഫിക് ഡിസൈൻ, മറ്റു മേഖലകളിലുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഒരു മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ തക്ഷൻ എന്നൊരു ആശയത്തിനെ പറ്റി സംസാരിക്കുന്നത്. ഊർജയുടെ സപ്പോർട്ടോടുകൂടി സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നമ്മൾ വുഡിലുള്ള പ്രോഡക്ട്സ്, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കസ്റ്റം ഡിസൈൻഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ചെയ്യുന്നു. അതോടൊപ്പം ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള വീൽ ചെയർ യൂസേഴ്സും ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടും മറ്റ് മേഖലകൾ, മറ്റ് ഡിസബിലിറ്റി ഒക്കെയുള്ള എല്ലാവർക്കും ഒരു എംപവർമെൻറ്റും കൂടി ജോലി ചെയ്തുകൊണ്ട് കൂടുതൽ വരുമാനവും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടും കൂടിയാണ് തക്ഷൻ വർക്ക് ചെയ്യുന്നത്. ഒരു 15 വർഷത്തോളം മൾട്ടിമീഡിയ, ഗ്രാഫിക്സ്, ബ്രാൻഡിങ്, സൈനേജ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഒരു സ്പൈനൽ കോഡ് ഇഷ്യൂ ഉണ്ടായി. ഞാൻ വീൽ ചെയറിലാവുന്നത്. അപ്പോൾ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് വുഡ് ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ ഉള്ളത്. ഈ ഒരു സിറ്റുവേഷനിൽ വന്നപ്പം ഞാൻ ഊർജയായിട്ട് മീറ്റ് ചെയ്യുകയും ഊർജയിൽ ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികളെ ഗ്രാഫിക് ഡിസൈൻ പഠിപ്പിക്കുന്ന ഒരു മെൻറ്ററായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു എൻ്റെ ഒരു ഡ്രീം ഷെയർ ചെയ്യുകയും നമ്മൾക്ക് ഊർജയായിട്ട് സഹകരിച്ചൊരു സ്ഥാപനമായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൊരു ഡിസിഷനിലേക്ക് വന്നത്. ഇതിൽ നമ്മൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു എംപവർമെൻറ്റും ഒപ്പം നമ്മൾ ഏറ്റവും നല്ല പ്രോഡക്ട്സ്, ഇപ്പം ഞങ്ങൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് കോർപ്പറേറ്റ്സിലേക്കും വലിയ വലിയ സ്ഥാപനങ്ങളിലേക്കെല്ലാം കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഇപ്പം ഞങ്ങൾ കൊടുക്കുന്ന കുറേ ഒരു ഷെഫ് പിള്ള, CMS ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നവ്യ ബേക്കേഴ്സ്, അതുപോലെ ഒത്തിരി അറിയപ്പെടുന്ന സ്ഥാപനങ്ങളിലേക്കെല്ലാം നമുക്ക് നല്ല ക്വാളിറ്റിയോടുകൂടി നമ്മൾ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് അതിന് ഓർഡറുകൾ വരുന്നുണ്ട്. നമ്മൾ ടേബിൾ ടോപ്പൊക്കെ വയ്ക്കാൻ പറ്റുന്ന ചെറിയ മിനിയേച്ചർ ഗിഫ്റ്റുകളൊക്കെയാണത്. ഇതെല്ലാം വുഡനാണ്. കളർ ഇത് ഹാൻഡ് പെയിൻറ്റ് ചെയ്തേക്കുന്നതാണത്. ലേസർ കട്ടിങ് ചെയ്തിട്ടുള്ള മോഡൽസാണ്. ഇതെല്ലാം ടേബിൾ ടോപ്പൊക്കെ വയ്ക്കാവുന്ന ചെറിയ. പിന്നെയുള്ളത് കീ ചെയിൻസ് ആണ്. കീ ചെയിൻസും കസ്റ്റമൈഡ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓരോ ബ്രാൻഡിന് വേണ്ട അല്ലെങ്കിൽ പേഴ്സണലൈസ് ചെയ്തിട്ട് വേണ്ട കീ ചെയിൻസ് എല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. ബൾക്കായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയ ക്യൂരിയോസ്, മിനിയേച്ചർ ആയിട്ടുള്ള ചെറിയ കീ ചെയിനായിട്ടോ ടേബിൾ ടോപ്പൊക്കെ വെറുതെ ഒരു ഫാൻസി ആയിട്ടൊക്കെ വയ്ക്കാവുന്ന ചെറിയ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഐറ്റമൊക്കെയാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് റിലീഫ് കാർവിങ്ങുകളാണ്. ഇത് ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു മോഡലാണ്. ഇതിപ്പോൾ പ്ലാവിലാണ് ചെയ്തേക്കുന്നത്. നമ്മൾ തേക്കിലും മഹാഗണിയിലും എല്ലാം ചെയ്യുന്നുണ്ട്. സൈസും നമുക്ക് കസ്റ്റമർ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് വേണ്ട സൈസുകളിൽ ചെയ്യാം. ഇതിപ്പോൾ ഒരു 2 അടിയിൽ താഴെ ഉള്ളൂ. നമ്മൾ 4 അടി, 5 അടി, അങ്ങനെ 3 അടിയെല്ലാം വലുപ്പത്തിൽ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ടേബിൾ വെയർ ഐറ്റംസിലൊക്കെ വരുന്നതാണ്. ഇത് ടിഷ്യൂ പേപ്പറും കട്ട്ലറിയൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഹോൾഡറാണ്. ഇതൊക്കെ ബീച്ച് വുഡിൽ കസ്റ്റം ഡിസൈനൊക്കെ വെച്ച് ബ്രാൻഡ് ചെയ്ത് റെസ്റ്റോറൻറ്റ്സിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇത് ഷെഫ് പിള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇത്, ഈ പ്രോഡക്റ്റ് കസ്റ്റം ചെയ്തിട്ട്. പിന്നെ വരുന്നത് നമ്മളുടെ കട്ടിംഗ് ബോർഡ്സ്, ചോപ്പിംഗ് ബോർഡ്സും സെർവിങ് ബോർഡൊക്കെ ആയിട്ടുള്ളതാണ്. ഇത് സോളിഡ് വുഡിൽ ഒരു കെമിക്കലും ഒന്നും ഇല്ലാത്ത ട്രീറ്റഡ് ആയിട്ടുള്ള വുഡുകളാണ്. കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ നാച്ചുറൽ ഓയിലെല്ലാം ട്രീറ്റ് ചെയ്തിട്ടുള്ള വുഡുകളാണ് സോളിഡ് വുഡിൽ. ജോയിൻസോ കെമിക്കലോ ഒന്നുമില്ലാതെയുള്ള ഇതൊക്കെ നമ്മുടെ നാടൻ പുളിയിൽ ചെയ്യുന്ന കട്ടിംഗ് ബോർഡുകളാണ്. ഇതിൻ്റെ പ്രത്യേകത പുളി ആണ് കട്ടിംഗ് ബോർഡ് ആയിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. പണ്ട് കാലം തൊട്ട് യൂസ് ചെയ്യുന്നതാണ് പുളി കൊണ്ടുള്ള കട്ടിംഗ് ബോർഡുകളും. ഇതും നമ്മൾ ബൾക്കായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് വുഡൻ പെർപ്പച്വൽ കലണ്ടറാണ്. ഇക്കോ ഫ്രണ്ട്ലി വുഡൻ മെറ്റീരിയൽ തന്നെയാണ്. ഇതിൽ ലേസർ എൻഗ്രേവ്ഡ് ആണ്. ഇത് പെർപ്പച്വൽ കലണ്ടർ ആയതുകൊണ്ട് ഇതിന് ഇയർ ബാധകമല്ല. എല്ലാ ഇയറിലേക്കും കൊടുക്കാവുന്ന ഒരു ഗിഫ്റ്റാണത്.
ഇത് ഈ ഏരിയയൊക്കെ നമുക്ക് ബ്രാൻഡ് ചെയ്യാവുന്നതാണ്. ബ്രാൻഡിങ് ഇത് ബൾക്കായിട്ടൊക്കെ നമ്മൾ ചെയ്തതാണ്. കോർപ്പറേറ്റ് ഗിഫ്റ്റിൽ വരുന്ന പ്രോഡക്റ്റ് ആണ്. ഇതൊക്കെ ചെറിയ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട്, ഇപ്പം ചെറിയ മെമൻറ്റോ, ഒരു ട്രോഫി, അങ്ങനെയുള്ള കൺവെൻഷണൽ ട്രോഫി അങ്ങനെയുള്ളതിനൊക്കെ പകരമായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ചെറുതാണ്, വുഡിൽ പ്രിന്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. സ്റ്റാൻഡും ഇത് പേഴ്സണലൈസ്ഡ് ഫോട്ടോ എൻഗ്രേവിങ് ചെയ്ത മെമൻറ്റോ ആണ്. കസ്റ്റമർ റിക്വയർമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇത് ലേസർ എൻഗ്രേവ്ഡ് ആണ്, അതിനകത്ത് വുഡിൽ ചെയ്തേക്കുന്നതാണ്. എക്കോ ഫ്രണ്ട്ലി ആണ്, കസ്റ്റമായിട്ട് ചെയ്യുന്നത് കൊണ്ട് കസ്റ്റമർ റിക്വയർമെന്റുകൾ പേഴ്സണലൈസ് ചെയ്യാനെല്ലാം പോസിബിൾ ആണ്. ഇത് SCMS ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന കസ്റ്റം മെമൻറ്റോ ആണ്. എക്കോ ഫ്രണ്ട്ലി വുഡൻ മെമൻറ്റോ. നമ്മൾക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അവർക്ക് വേണ്ട യുണീക്കായിട്ടുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് നമ്മളുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്.